ലണ്ടൻ മാരത്തണിൽ പങ്കെടുക്കാൻ മലയാളി കൂടി എത്തുകയാണ്. തിരുവനന്തപുരം പേട്ട സ്വദേശിയായ 70-കാരൻ തങ്കപ്രസാദാണ് ഇക്കുറി ലണ്ടൻ മാരത്തണിൽ പങ്കെടുക്കുന്ന 2 മലയാളികളിൽ ഒരാൾ. പ്രായത്തെയും ക്യാൻസറിനെയും ഒക്കെ തോൽപ്പിച്ച കഥയൊന്ന് കണ്ടുവരാം. പ്രായത്തെയും ക്യാൻസർ എന്ന രോഗത്തെയും ആത്മവിശ്വാസം കൊണ്ട് ഓടിത്തോൽപ്പിച്ച കഥയാണ് 70-കാരൻ തങ്കപ്രസാദിന് പറയാനുള്ളത്. 70-ാം വയസ്സിലും ഓട്ടം ഈ മനുഷ്യന് ഹരമാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് അസിസ്റ്റന്റ് മാനേജറായി 2015-ൽ വിരമിച്ച ശേഷം അമിതഭാരം കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഓട്ടം ഒരു ശീലമാക്കി തുടങ്ങിയത്. പിന്നീട് പതിയെ മാരത്തണുകളിൽ പങ്കെടുക്കാനും തുടങ്ങി. ഞാൻ ഓട്ടം തുടങ്ങുമ്പോൾ എനിക്ക് 93 കിലോ ആയിരുന്നു. പക്ഷേ ആ ശരീരഭാരവുമായിട്ട് ഞാൻ ഓട്ടം തുടങ്ങുമ്പോൾ എനിക്ക് ഒരു 500 മീറ്റർ പോലും ഓടാൻ കഴിയില്ലായിരുന്നു. I10 റണ്ണേഴ്സ് ക്ലബ്ബിലെ മെമ്പേഴ്സ് എന്നെ സഹായിച്ചു. അവർ എന്നോട് എൻകറേജ് ചെയ്തിട്ട് ഈ 500 മീറ്റർ കഴിഞ്ഞിട്ട് കുറേ നടന്നു. പിന്നെയും ഞാൻ നടന്നു ഓടി അങ്ങനെ ഗ്രാജുവലായിട്ട് പിക്കപ്പ് ചെയ്ത് ഓടാനുള്ള ശേഷി കൈവരിച്ചു. ഇടയ്ക്ക് 2 തവണ ക്യാൻസർ അലോസരപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും ആത്മവിശ്വാസം കൊണ്ട് ആ മഹാരോഗത്തെ ഈ മനുഷ്യൻ തോൽപ്പിച്ചു കളഞ്ഞു. ഒറ്റവൃക്കയുമായാണ് തങ്കപ്രസാദ് ദോഹ മാരത്തോൺ ഉൾപ്പെടെയുള്ള 100-ലേറെ മാരത്തോണുകളിൽ പങ്കെടുത്തത്. രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കുന്നത് മുതൽ രാത്രിയിലെ ഉറക്കം വരെ എല്ലാ കാര്യത്തിലും ഒരു ചിട്ടയുണ്ട്. രാവിലെയുള്ള ഓട്ടം തന്നെയാണ് അന്നത്തെ ദിവസത്തെ ഊർജ്ജസ്വലമാക്കുന്നത്. ഈ വ്യായാമ മുറകൾ കൃത്യതയോടുകൂടി ചെയ്യുന്നത് കൊണ്ടാണ് ആരോഗ്യം നന്നായിരിക്കുന്നത്. അപ്പം ശരീരത്തെ പോഷിപ്പിക്കുവാനായിട്ട് ശക്തമായ ഒരു ശരീരമുണ്ടെങ്കിലേ ചികിത്സകൾ നേരിടാനുള്ള ഒരു ശക്തി നമുക്ക് വരുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ ശരീരത്തിൽ 3 തവണ ക്യാൻസർ വന്നതുകൊണ്ട് ശരീരം അനുകൂലകരമായി എപ്പോൾ പ്രവർത്തിക്കുമെന്ന് നമുക്ക് പറയാൻ ഒക്കില്ല. അതുകൊണ്ട് ശരീരത്തെ നല്ല ആരോഗ്യത്തോടുകൂടി നിലനിർത്തുക, നല്ല വ്യായാമം ചെയ്യുക, നമ്മൾക്ക് നല്ല മസിൽ ക്രിയേറ്റ് ചെയ്യുക. ആ രീതിയിലാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത വർഷം ഏപ്രിലിൽ നടക്കുന്ന ലണ്ടൻ മാരത്തണിൽ പങ്കെടുക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടതാണ് ഏറ്റവും പുതുതായി പങ്കുവയ്ക്കാൻ തങ്കപ്രസാദിനുള്ള സന്തോഷം. ഇന്ത്യയിൽ നിന്ന് 125 പേർക്കാണ് സെലക്ഷൻ ലഭിച്ചിട്ടുള്ളത്. അതിൽ കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 2 പേരിൽ ഒരാളാവാൻ കഴിഞ്ഞതിലുള്ള സന്തോഷത്തിലാണ് ഇദ്ദേഹം. പുതുതലമുറയും ഓട്ടം ഒരു ശീലമാക്കണമെന്ന് പറയുകയാണ്. ഇപ്പം നമ്മൾ വലിയ ഓട്ടങ്ങൾക്കൊക്കെ പോകുമ്പോഴത്തേക്കിന് 90 വയസ്സുകാരൊക്കെ ഓടുന്നുണ്ട്, 95 വയസ്സുകാരൊക്കെ. അപ്പോൾ അവിടെ ഞാൻ വെറും പയ്യനാണ്. എനിക്കിപ്പോൾ 71-ാമത്തെ വയസ്സാണ്. അപ്പോൾ തീർച്ചയായിട്ടും വയസ്സ് അല്ല, മനസ്സാണ് ഇതിനകത്തെ പ്രാധാന്യമുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ മാനസിക ശക്തി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതൊരു ദിനചര്യ പോലെ കൊണ്ടുപോകാൻ പറ്റും. പൂർണ്ണ പിന്തുണയുമായി കുടുംബം ഒപ്പമുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ബലം. മുന്നിലേക്കെത്തുന്ന എല്ലാ പ്രതിസന്ധികളെയും ഇതുപോലെ ഓടിത്തോൽപ്പിക്കാൻ തന്നെയാണ് തങ്കപ്രസാദിന്റെ തീരുമാനം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഇന്ദുലേഖാരയാണ് ചേരുന്നുണ്ട് തത്സമയം. ഇന്ദു, ലണ്ടൻ മാരത്തണിൽ പങ്കെടുക്കുന്ന മലയാളി എന്നതിനപ്പുറത്തേക്ക് ഒരു അതിജീവനത്തിന്റെ പ്രതീകം കൂടിയാണ് ഇദ്ദേഹം. കാരണം ഒരു അസുഖമുണ്ടായിരുന്നു, ആ അസുഖത്തിനെതിരെ പോരാടി ജയിച്ചു. ഇപ്പോഴും ഇതാ ആരോഗ്യമുള്ള ജീവിതത്തിനായി ഇങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് പേർക്ക് മാതൃകയാണ്. എങ്ങനെയാണ് തങ്കപ്രസാദിലേക്ക് ഇന്ദു എത്തിച്ചേരുന്നത്? തങ്കപ്രസാദ് എന്ന മനുഷ്യൻ എനിക്കൊരു അത്ഭുതമാണ് കേട്ടോ. പത്രത്തിൽ വന്ന ഒരു വാർത്ത കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം പേട്ടയിലുള്ള ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഞാൻ കയറി ചെല്ലുന്നത്. നിറയെ പോസിറ്റിവിറ്റി നിറഞ്ഞ ഒരു വീടെന്ന് തന്നെ പറയാം. ചെല്ലുമ്പോൾ തന്നെ മുറ്റത്ത് നിറയെ മരങ്ങൾ, വളരെ ശാന്തമായിട്ടുള്ള ഒരു വീട്. ആ വാതിൽ തുറന്നെത്തി അദ്ദേഹത്തിന്റെ മുഖത്തെ പുഞ്ചിരിക്ക് അതിനേക്കാൾ ഇരട്ടി പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നു എന്ന് പറയാം. സംസാരിച്ചു തുടങ്ങിയാലോ നമുക്ക് ആ മനുഷ്യനെ അത്രത്തോളം ഇഷ്ടമായി പോകും. റിട്ടയർമെന്റ് ഒക്കെ ആയ സമയത്ത്, അതായത് ഒരു 2015 കഴിയുമ്പോഴാണ് അദ്ദേഹത്തിന് ശരീരത്തിന് വല്ലാത്ത ഭാരമുണ്ടെന്നൊരു തോന്നൽ സ്വയമേ തോന്നി തുടങ്ങിയതും ഇതെങ്ങനെയെങ്കിലും കുറയ്ക്കണമെന്നൊരു തീരുമാനത്തിലേക്കും എത്തിയത്. അവിടെ നിന്ന് നേരെ ജിമ്മിലേക്കായിരുന്നു. പക്ഷെ കുറേ നാളത്തെ പരിശ്രമത്തിനൊടുവിൽ ഒരു 3-4 കിലോയൊക്കെ കുറഞ്ഞുള്ളൂ. അപ്പോൾ തീരുമാനിച്ചു ഇതെങ്ങനെയെങ്കിലും കുറയ്ക്കണം, അതിന് മറ്റൊരു പോംവഴി കണ്ടെത്തണമെന്ന്. അങ്ങനെയാണ് ഈ ഓട്ടത്തിലേക്ക് ഇറങ്ങിയത്. ആ ഓട്ടം പിന്നെ എത്തി നിന്നത് മാരത്തണുകളിൽ ഓടുന്നതിലാണ്. അത് 1ആയി, 2ആയി, അവിടെ നിന്ന് 100ആയി, ഇപ്പോൾ ഒരു കണക്കില്ലാതെ അങ്ങ് പൊക്കോണ്ടിരിക്കുകയാണ്. അദ്ദേഹം പലയിടങ്ങളിൽ പോയി ഓടി നിറയെ മെഡലുകളൊക്കെ വാങ്ങിയിട്ടുണ്ട്. നമ്മൾ ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഹോളിൻ്റെ 2 സൈഡിലായിട്ട് ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഫോട്ടോസ്, പിന്നെ കിട്ടിയ ട്രോഫികൾ, ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ മനുഷ്യൻ എത്രത്തോളം ഇതിനെ സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര കാര്യമായിട്ടാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടു നടക്കുന്നത്. 70 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരാളാണെന്ന് സംസാരത്തിലോ പ്രവൃത്തിയിലോ ഒന്നും നമുക്ക് തോന്നില്ല കേട്ടോ. കാരണം പ്രായം ഇതിനൊന്നും ഒരു ബാധകമല്ലെന്ന് തെളിയിക്കുകയാണ് തങ്കപ്രസാദ് എന്ന് ഞാൻ പറയൂ. ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് പറഞ്ഞു തരും എങ്ങനെ ഓടണം, എന്തൊക്കെ ശ്രദ്ധിക്കണം, നിങ്ങളും എന്നെ പോലെയാകൂ, കൃത്യമായ ആരോഗ്യത്തോടു കൂടി നിങ്ങൾക്ക്
നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. അത്രത്തോളം മോട്ടിവേഷൻ നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് കിട്ടുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു റിട്ടയർമെന്റ് ലൈഫൊക്കെ കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും പ്രായമൊക്കെ ആയില്ലേ, ഇനി ഞാൻ എന്തു ചെയ്യാനാണെന്ന്. അങ്ങനെയുള്ളവർ കണ്ടുപഠിക്കേണ്ട, ഉദാഹരണമാക്കേണ്ട ഒരാളാണെന്ന് ഞാൻ പറയും. അടുത്ത വർഷം ലണ്ടനിലേക്ക് പോവുകയാണ് ഒരു മാരത്തണിൽ പങ്കെടുക്കാൻ വേണ്ടി. കുറച്ച് നാളായി അദ്ദേഹം ഇങ്ങനെ ഒരു അവസരത്തിനായി കാത്തു നിൽക്കുകയായിരുന്നു. കുടുംബം ഫുൾ സപ്പോർട്ടോടു കൂടി തന്നെ കൂടെയുണ്ട്. ഭാര്യയും 2 പെൺമക്കളുമാണുള്ളത്. അവർ രണ്ടുപേരും ഡോക്ടേഴ്സാണ്. അവരൊക്കെ ലണ്ടനിലേക്ക് അച്ഛൻ്റെ കൂടെ അച്ഛനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഓട്ടം, ആ ഒരു ജൈത്രയാത്ര മുന്നോട്ട് പോവുകയാണ്. ഒരുപാട് ആശംസകളാണ് അദ്ദേഹത്തിന് നേരാനുള്ളത്. 2 തവണ ക്യാൻസറിനെ അതിജീവിച്ച മനുഷ്യൻ. ഒരുപാട് പേർക്ക് മാതൃകയാണ്, പ്രചോദനമാണ് തങ്കപ്രസാദ്.